ഉദുമ പഞ്ചായത്തിൽ നിന്നും സർക്കാർ സ്കൂൾ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും +2 പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കും ഉദുമ പടിഞ്ഞാർ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ എ+ നേടിയ വിദ്യാർത്ഥികൾക്കും ഉദുമ പടിഞ്ഞാർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്നും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്തു നിന്നും ഡിഗ്രി, PG, പ്രൊഫഷണൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും LKG മുതൽ 10ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്നും 1 മുതൽ 12ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണവും നടക്കും. ഉദുമ പടിഞ്ഞാർ കാസി CA മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പ്രാർത്ഥന നടത്തും. NA നെല്ലിക്കുന്ന് MLA സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യും. 9 മണിക്ക് പ്രശസ്ത ഗായകൻ കണ്ണൂർ റഫീഖ് ടീം നയിക്കുന്ന ഇശൽ പെരുമ മാപ്പിളപ്പാട്ട് അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ഉദുമ പഞ്ചായത്തിൽ നിന്ന് സർക്കാർ സ്കൂൾ AD സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കും ഉദുമ പടിഞ്ഞാർ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഉദുമ പടിഞ്ഞാർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള സ്വർണ്ണ മെഡൽ വിതരണം നടത്തപ്പെടുന്നു. പ്രദേശത്തു നിന്നും ഡിഗ്രി, PG, പ്രൊഫഷണൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് LKG മുതൽ 10ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് 1 മുതൽ 12 ക്ലാസ് വരെ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥിക്കുമുള്ള അവാർഡ് വിതരണവും നടക്കുന്നു. നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരണത്തിന് വേണ്ടി എല്ലാ വർഷവും ഈ അവാർഡ് പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി സഹകരിക്കുന്നത് സ്പീഡ്വേ ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ആണ്. സാംസ്കാരിക രംഗത്തും മറ്റും അവരുടെ സഹകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. KK അബ്ദുല്ല ഹാജി, സ്പീഡ്വേ അബ്ദുല്ല കുഞ്ഞി, SV അബ്ബാസ്, KA മുഹമ്മദ് ഷാഫി ഹാജി, A ഹബീബ് റഹ്മാൻ, മുസ്തഫ ജാവേദ്, അബ്ദുൽ റഹ്മാൻ സഫർ, അബ്ബാസ് രചന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.